ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം നമ്മെ ഇഞ്ചിഞ്ചായി കൊല്ലുമെന്ന് ആരോഗ്യ വിദഗ്ധർ. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്താണ്? ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന രോഗാണുക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ആന്റിബയോട്ടിക്സിനോട് പ്രതിരോധ ശേഷി ഉണ്ടാകുന്നതിനാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകാൻ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക്സ് കഴിക്കുക എന്നത് തന്നെയാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഒരു ആന്റിബയോട്ടിക്സ് നിശ്ചിത അളവിൽ ആണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുക. ആ അളവ് തെറ്റിച്ച് അതിൽ കുറവോ അല്ലെങ്കിൽ കൂടുതലോ കഴിക്കുന്നതാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള രണ്ടാമത്തെ കാരണമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. സപ്പോസ് ഒരാൾക്ക് ഒരു ജലദോഷം വന്നിട്ട് അതിന് നമ്മൾ 3 ദിവസത്തെ ആന്റിബയോട്ടിക് ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. ഈ 3 ദിവസം കണ്ടിന്യൂസ് ആയി ആന്റിബയോട്ടിക് കഴിച്ചാൽ മാത്രമേ ഇയാളുടെ അസുഖം പൂർണ്ണമായും ഭേദമാവുകയുള്ളൂ. ഇനി ഇയാൾ 2 ദിവസമാണ് ഇത് കഴിക്കുന്നതെന്ന് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതായത് ഈ 2 ദിവസം കഴിക്കുന്നതിലൂടെ ഇയാളുടെ ശരീരത്തിലുള്ള രോഗാണുക്കൾ പൂർണ്ണമായി നശിക്കുന്നില്ല, പകരം അത് ഈ കൊടുക്കുന്ന ആന്റിബയോട്ടിക്സിനെതിരെ പ്രതിരോധം നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഉള്ള കാരണങ്ങളാൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇന്ന് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.